ഫ്രണ്ട്സ്, മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ രോഹിത് സത്യങ്ങളൊക്കെ അറിയാണ് ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന്. തൻ്റെ അമ്മ പ്രസവിച്ച മകളാണ് അലീന എന്നുള്ള സത്യം രോഹിത് അറിയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം നമ്മുടെ വൈജയ്ക്ക് പിന്നെയും സംശയങ്ങൾ തോന്നുകയും വൈജ അങ്ങനെ ഗംഗാധര മേനോൻ്റെ അടുത്ത് എത്തുകയും അവിടെ ചെന്ന് സത്യങ്ങളെല്ലാം ഗംഗാധര മേനോനും മാലതിയും കൂടി പറയുന്നത് കേൾക്കുകയൊക്കെയാണ് കേട്ടോ. അങ്ങനെ വൈജ പൊട്ടിത്തെറിക്കുകയാണ്. വൈജ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു എന്നുള്ള വിവരവും ആ കുഞ്ഞ് ജീവനോടെ ഉണ്ട് ഏതോ അനാഥാലയത്തിൽ എന്നും വൈജ അറിയാണ്. അതുപോലെ തന്നെ സ്റ്റാൻലി തന്നെ ചതിച്ചതല്ലെന്നും സ്റ്റാൻലിയെ തൻ്റെ സഹോദരങ്ങളാണ് ചതിച്ചതെന്നും ഒക്കെ ഉള്ള വിവരം പൊട്ടിത്തെറിക്കുകയാണ് വൈജയ അന്നേരം. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അലീനയെ സ്റ്റാൻലിയുടെ അടുത്ത് കൊണ്ടാക്കിയിരിക്കുകയാണല്ലോ നമ്മുടെ ബാലചന്ദ്രൻ. അതിനുശേഷം ഇടയ്ക്കൊക്കെ കുളത്തൂപ്പുഴയ്ക്ക് പോകാറുണ്ട് ബാലചന്ദ്രൻ. അതിൻ്റെ പേരിൽ വീട്ടിൽ വൈജ പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. പല വേലക്കാരികളും വീട്ടിൽ നിന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ടെങ്കിലും ബാലചന്ദ്രൻ അവരെയൊന്നും തിരക്കി പിന്നീട് പോയിട്ടില്ല. പക്ഷേ അലീനയുടെ കാര്യം അങ്ങനെയല്ല. അലീനയെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ബാലചന്ദ്രൻ പോകുന്നുണ്ട്. അത് വൈജ കണ്ടെത്തുകയും ചെയ്യാണ്. വൈജയ്ക്ക് നല്ല ദേഷ്യമൊക്കെ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം പോകുന്നുണ്ട് ബാലചന്ദ്രൻ. അതേസമയത്ത് ഓഫീസിൽ പോയി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോകുന്നത്. വൈജ ആ സമയത്ത് ബബിതയും കൂട്ടിയിട്ട് ജുവലറിയിലും അതുപോലെ ടെക്സ്റ്റൈൽസിലും ഒക്കെ ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോഴേക്കും അവിടെ ഒന്നും ബാലചന്ദ്രനില്ല. രാവിലെ ചെന്ന് അരമണിക്കൂറോളം അവിടെ ഇരുന്നതിന് ശേഷം കുളത്തുപുഴയ്ക്കോ മറ്റോ പോയി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ബാലചന്ദ്രൻ പോകുന്ന വിവരം വീട്ടിൽ പറയുകയോ എന്താണെന്ന് ചോദിച്ചാൽ പറയുകയോ ചെയ്യുന്നില്ല. അങ്ങനെ കുറേ പ്രാവശ്യം ആയി കഴിയുമ്പോൾ തന്നെ ദേഷ്യം വരെയാണ് കേട്ടോ വൈജയ്ക്ക്. ഇവളെ കാണാനായിട്ട് ബാലചന്ദ്രൻ പോകുന്നു, എന്നാൽ അതിനെക്കുറിച്ചിട്ടൊരു വിവരം വീട്ടിൽ എന്നോടോ അല്ലെങ്കിൽ മക്കളോട് പോലും പറയുന്നില്ല. മക്കൾക്കൊക്കെ അലീന എന്ന് പറഞ്ഞ ജീവനാണ്. എന്നിട്ടും അവൾ എവിടെയാണ് താമസിക്കുന്നതെന്നോ അവളുടെ അഡ്രസ്സോ അങ്ങനെ ഒന്നും ബാലചന്ദ്രൻ പറയുന്നില്ല. ഇതെല്ലാം എന്താ സംഭവിക്കുന്നത്? അവളെ ഏതെങ്കിലും ലോഡ്ജിലോ ഹോട്ടലിലോ ഒക്കെ താമസിപ്പിച്ചിരിക്കുകയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വിശേഷം അറിയാൻ വേണ്ടി അങ്ങോട്ടായിരിക്കും ബാലചന്ദ്രൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വൈജ നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. ബാലൻ ഇന്ന് വന്നിട്ട് ഇതൊക്കെ ചോദിച്ചിട്ടേ ഉള്ളൂ എന്ന് വൈജ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ബാലചന്ദ്രൻ വരികയാണ്. ബാലചന്ദ്രൻ വരുമ്പോഴേ തന്നെ വൈജ ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ന് എങ്ങോട്ടാണ് പോയത്? അല്ല ഞാൻ കടയിലൊക്കെ വന്നപ്പം അവിടെ എങ്ങും കണ്ടില്ല, ടെക്സ്റ്റൈലിലും ഇല്ല ജ്വല്ലറിയിലും ഇല്ലായിരുന്നു. അല്ല എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അത് ഞാൻ കുളത്തുപുഴയ്ക്ക് പോയതാ, അവിടെ നമ്മുടെ റബ്ബർ എസ്റ്റേറ്റിലെയും റബ്ബർ കമ്പനിയിലെയും കാര്യങ്ങൾ നോക്കാൻ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ വൈജ പറയാം, ഓഹോ ഇപ്പോൾ കുറേ ആയല്ലോ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പറയുന്നു, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ അലീനയെ കാണാൻ പോയതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ അലീനയെ കാണാൻ ഞാൻ പോയതാ, അതിനെന്താ, അലീനയെ കാണാൻ എനിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം വൈജ പറയാണ്, ആഹാ അലീനയെ കാണാൻ വേണ്ടി പോയിരിക്കുന്നു. ഇവിടെ ഇതിനു മുമ്പ് എത്ര ജോലിക്കാർ നിന്നിട്ടുണ്ട്, അവരാരും ഇവിടെ നിന്ന് പോയിട്ട് ബാലൻ പോയിട്ടില്ലല്ലോ അവരെ ഒന്നും കാണാനായിട്ട്, അലീനയോട് മാത്രം എന്താ ഇത്ര മമത? അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, വൈജയ് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. അലീന ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ കാരണം നീ തന്നെയാണ്. നിന്റെ വാശിയുടെ പുറത്താണ് അവൾ ഇവിടുന്ന് പോയത്. അങ്ങനെ പോയ ഒരു പെൺകുട്ടിയെ സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തുകയും ഇടയ്ക്ക് അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പോയതെന്ന് പറയാണ്. പിന്നെ നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ എവിടെയാണ് അവളെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഹോട്ടൽ റൂമിലേക്ക് ആയിരിക്കും അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവിടെയാവുമ്പം ശരിക്കും അന്വേഷിക്കുകയും പറയുകയും ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ബാലചന്ദ്രന് നല്ല ദേഷ്യം വരെയാണ്. ബാലചന്ദ്രൻ കൈയൊങ്ങാണ് വൈജയുടെ നേരെ. വേണ്ടാതൊന്നും നീ സംസാരിക്കേണ്ട വൈജയെന്ന് പറയുക കേട്ടോ. അപ്പോൾ വൈജ വീണ്ടും പറയുന്നുണ്ട്, അല്ല നിങ്ങളുടെ മക്കളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അവർക്കൊക്കെ അലീന പോയതുകൊണ്ട് ഒരുപാട് വിഷമമുണ്ട്, അവർ അലീനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നിങ്ങളുടെ മക്കളോട് പോലും ഈ സത്യങ്ങളൊക്കെ നിങ്ങളെന്താ പറയാത്തത്? അലീന എവിടെയാണ് താമസിക്കുന്നതെന്നോ അവളുടെ വീട്ടിലെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും നിങ്ങളുടെ മക്കൾ ചോദിച്ചിട്ട് പോലും കൊടുത്തില്ലല്ലോ. അതെന്താ അങ്ങനെ ചെയ്യാത്തത്? അല്ലെങ്കിൽ അവളെ കാണാൻ പോകുമ്പം ഒരു ദിവസമെങ്കിലും കൃഷ്ണമോളെയോ രോഹിത്തിനെയോ ആരെങ്കിലും കൊണ്ടുപോയിക്കൂടെ? അതെന്താ കൊണ്ടുപോകാത്തത്? നിങ്ങൾ തനിയെ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അതിലെന്തെങ്കിലും തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്കില്ല എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറി പോവുക.
അപ്പോൾ വീണ്ടും വൈജ താഴെ നിന്നിട്ട് ഓരോന്നൊക്കെ കുത്തി കുത്തി പറയുക. അപ്പോൾ ബാലചന്ദ്രൻ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ ചെയ്യും, വൈജെ നീ കൂടുതൽ എന്നെ ഭരിക്കാൻ വരണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ട് ബാലചന്ദ്രൻ പോവാ കയറി. അപ്പോൾ രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ ഇരിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ രോഹിത് അപ്പം മനസ്സിൽ ആലോചിക്കുകയാണ്, അല്ല അമ്മ പറയുന്നതിൽ ചില കാര്യങ്ങളൊക്കെ ഇല്ലേ, അച്ഛൻ എന്തുകൊണ്ടാ അലീന ചേച്ചിയെ കാണാൻ പോകുമ്പം ഞങ്ങളെ ആരെയും കൂട്ടിക്കൊണ്ട് പോകാത്തത്? അമ്മയ്ക്ക് ഇങ്ങനൊരു സംശയം ഉണ്ടെന്നുള്ള കാര്യം അച്ഛൻ അറിയാമല്ലോ. എന്നിട്ടെന്താ അച്ഛൻ വീണ്ടും വീണ്ടും അലീന ചേച്ചിയെ കാണാൻ പോകുന്നതും? അതുപോലെ എന്നാ ഞാനോ ബബിതയും കൃഷ്ണമോളും വരെ ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് അലീന ചേച്ചി ഉള്ളതെന്ന്, അലീന ചേച്ചിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം പറയാൻ. പക്ഷേ അച്ഛൻ അതൊന്നും പറഞ്ഞിട്ടില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ഉണ്ടാവുക, അതൊന്ന് പറഞ്ഞാൽ എന്താ അച്ഛന് എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ മോളിൽ റൂമിൽ ചെന്നിട്ട് ബാലചന്ദ്രൻ അവിടെ കണക്കുകളൊക്കെ നോക്കി. ഒരുപാട് രാത്രിയായിട്ടേ കിടക്കാറുള്ളൂ. അങ്ങനെ കടയിലെ രണ്ടും കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോഴേക്കും മറ്റുള്ളവരെല്ലാവരും ഉറങ്ങി. രോഹിത്താണെ തൻ്റെ മുറിയിൽ നിന്ന് ആ സമയത്ത് ഇറങ്ങി ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് ബാലചന്ദ്രനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും രോഹിത്തിനോട് തുറന്ന് പറയുകയാണ് ചെയ്യുന്നത്. രോഹിത്തിനോട് പറയുന്നുണ്ട്, അത് നിന്റെ അമ്മ വൈജ പ്രസവിച്ച കുട്ടി തന്നെയാണ് എന്ന് പറയാണ്. വൈജയുടെ പൂർവ്വകാല ചരിത്രവും പറയുന്നുണ്ട് കേട്ടോ. ഗംഗേട്ടനൊപ്പം പോയി നിന്നതും അവിടെ വെച്ചിട്ട് സ്റ്റാൻലി എന്നൊരാൾ പട്ടാളക്കാരനുമായിട്ട് പരിചയത്തിലായാലും വൈജ ഗർഭിണിയായതും അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന ആ കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ ഒരു അനാഥാലയത്തിലേക്ക് വിട്ടതും അങ്ങനെ അനാഥാലയത്തിലേക്ക് വിട്ട ആ പെൺകുട്ടിയാണ് അലീന എന്നുള്ള വിവരം പറയാണ് ബാലചന്ദ്രൻ രോഹിത്തിനോട്. രോഹിത്ത് അത് കേട്ട് ഞെട്ടിപ്പോവാണ്. രോഹിത്ത് അപ്പം ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛൻ ഇതെന്താ നേരത്തെ എന്നോട് പറയാതിരുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ രോഹിത്തിൻ്റെ മനസ്സിലൂടെ ഒരു ഇടിമിന്നൽ പാഞ്ഞു പോകുന്ന പോലെ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. നമ്മുടെ അലീന വന്നു കഴിയുമ്പോൾ രോഹിത്ത് അലീനയോട് ചെയ്ത ദ്രോഹങ്ങളും അങ്ങനെ ഒരുമാതിരി ശൃംഗാര ചൊവ്വയോടുകൂടി അലീനയോട് സംസാരിച്ചതും അതിനുശേഷം ഹരിയും രോഹിത്തും കൂടി അലീനയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും അതൊക്കെ രോഹിത്ത് ഓർക്കുക. രോഹിത്ത് മനസ്സിലപ്പം വിചാരിക്കുന്നുണ്ട്, ഞാൻ എന്ത് മഹാപാപിയാ, എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ് അലീന ചേച്ചി, എന്നിട്ടും ഞാൻ അലീന ചേച്ചിയോട് അങ്ങനെ മോഹനമായിട്ടൊക്കെ പെരുമാറിയല്ലോ. അന്ന് ഞാനും ഹരിയും കൂടി അലീന ചേച്ചിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അലീന ചേച്ചിക്ക് ഈ സത്യമെല്ലാം അറിയായിരുന്നു അല്ലേ എന്ന് രോഹിത്ത് ചോദിക്കുക. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ അലീനയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ രോഹിത്ത് ആകെപ്പാടെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ചെയ്തത് മഹാപാപമായി പോയില്ലേ എന്ന് ചോദിക്കുക. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അല്ല നീ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കേണ്ട, നിനക്ക് അലീനയുടെ മനസ്സെന്താണെന്ന് മനസ്സിലായില്ലേ, അവളെ ഞാൻ സ്വന്തം മോളെപ്പോലെ കാണുന്നത്. അത് നിൻ്റെ അമ്മ വൈജ പ്രസവിച്ചത് കൊണ്ടല്ല, അലീനയുടെ സ്വഭാവ മഹിമ കൊണ്ടാണ് ഞാൻ അവളെ മോളെ പോലെ കാണുന്നത്. വൈജ ഇപ്പം എന്നെ തെറ്റിദ്ധരിക്കുന്നത് നീ കണ്ടില്ലേ, എന്തെല്ലാം വേണ്ടാത്ത കാര്യങ്ങളാ എന്നെയും അലീനയും വച്ച് വൈജ പറയുന്നത്. ഇതിപ്പം നിന്നോട് പറയണമെന്ന് എനിക്ക് തോന്നി. ആരെങ്കിലും ഒരാളെങ്കിലും ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ, എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും നീ അറിയണ്ടേന്ന് ചോദിക്കുക. അപ്പോൾ രോഹിത്ത് പറയാം, അങ്ങനെയൊക്കെ പറയാതെ, എടാ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, ഡോക്ടർമാരുടെ മുമ്പിൽ OP ടിക്കറ്റ് എടുത്തിട്ട് ഇരിക്കുന്ന പോലെയാണ് ഞാനിരിക്കുന്നത്. ഏത് നിമിഷവും വിളിച്ചാൽ അങ്ങോട്ട് പോകണം. ആ സമയത്ത് ഈ സത്യങ്ങൾ ഒരാളെങ്കിലും അറിയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കില്ലേ എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, വേണ്ടാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട എന്ന് പറയാണ്. അങ്ങനെ എന്നിട്ട് രോഹിത്ത് റൂമിലേക്ക് പോവുക. അപ്പോൾ രോഹിത്തിൻ്റെ മനസ്സിൽ നല്ലതായിട്ട് ദേഷ്യമുണ്ട് കേട്ടോ അമ്മയോട്. അമ്മ ഇങ്ങനെ ഒരാളായിരുന്നു, അങ്ങനെയുള്ളപ്പം ഇങ്ങനെയൊക്കെ എന്നിട്ട് പെരുമാറുന്നത്. അച്ഛൻ എന്ത് പാവമാണ്, അച്ഛൻ അലീന ചേച്ചിയെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത്. അലീന ചേച്ചിയോട് ഞങ്ങളെല്ലാം ചെയ്തത് ദ്രോഹമായി പോയല്ലോ എന്നൊക്കെ പറയാം. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ബാലചന്ദ്രനോട് രോഹിത്ത് പറയുന്നുണ്ട്, എനിക്ക് അലീന ചേച്ചിയെ ഒന്ന് കാണാൻ പോകണം, എനിക്ക് അലീന ചേച്ചിയോട് മാപ്പ് പറയണം. എന്നെ അലീന ചേച്ചിയുടെ അടുത്ത് വരെ ഒന്ന് കൊണ്ടുപോയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരി മോനെ, നീ അലീന ചേച്ചിയുടെ അടുത്ത് ചെല്ല്, അവിടെ ചെന്ന് 2 ദിവസം അവളുടെ അടുത്ത് നിന്നിട്ടൊക്കെ നീ പോന്നാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ബാലചന്ദ്രൻ രോഹിത്തിനെയും കൊണ്ട് അലീനയുടെ അടുത്തേക്ക് പോവുകയാണ്, സ്റ്റാൻലിയുടെ വീട്ടിലേക്ക്. അങ്ങനെ സ്റ്റാൻലിക്ക് ഇവർ തെരുതെരു വരുന്നതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനും രോഹിത്തും കൂടി വന്നതൊന്നും സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അലീന വലിയ സന്തോഷത്തോടു കൂടി രോഹിത്തിനെ അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ രോഹിത്ത് 2 ദിവസം അലീനയുടെ കൂടെയൊക്കെ നിൽക്കുകയാണ് കേട്ടോ, വളരെ സന്തോഷത്തോടെ, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ. അങ്ങനെ നിന്നിട്ടൊക്കെ തിരിച്ചു വരികയാണ് വീട്ടിലേക്ക്.
തിരിച്ച് രോഹിത് വന്നു കഴിയുമ്പോഴേക്കും വൈജയ്ക്ക് നല്ല ദേഷ്യമാവുകയാണ്. വൈജ രോഹിത്തിനോട് ചോദിക്കുക, എടാ നീ എന്തിനാടാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? നിനക്ക് അവളുടെ അടുത്ത് തന്നെ അങ്ങ് താമസിച്ചാൽ പോരായിരുന്നോ? എന്തിനാ ഊര് ചുറ്റിയിട്ട് ഇങ്ങോട്ട് വന്നത്? അല്ല അച്ഛനെന്താ നിന്നെയും കൊണ്ട് പോയത്? ഈ അടുത്ത പോയതല്ലേ ഉള്ളൂ, പിന്നെ ഉടനെ തന്നെ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ ഇപ്പം എന്താ ഉണ്ടായത്? അല്ല പോയെങ്കിൽ തന്നെ നിന്നോട് ആര് പറഞ്ഞ് അവളുടെ കൂടെ നിൽക്കാൻ എന്നൊക്കെ ചോദിച്ച് വൈജ നന്നായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ബാലചന്ദ്രനെയും അലീനയും കുറിച്ച് മോശമായിട്ടൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും രോഹിത്തിന് നല്ല ദേഷ്യം വരികയാണ്. രോഹിത്തിൻ്റെ മനസ്സ് മുഴുവൻ വൈജയോടുള്ള ആ ദേഷ്യം ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് രോഹിത്ത് പൊട്ടിത്തെറിക്കുകയാണ്. അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അമ്മയും ഒരു പെണ്ണല്ലേ? അമ്മ വിവാഹത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചതാണെങ്കിലോ, അങ്ങനെ ആരെങ്കിലും ആണ് അലീന ചേച്ചിയുടെ അമ്മയെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും വൈജയ്ക്ക് പെട്ടെന്നൊരു ഞെട്ടൽ വരികയാണ് കേട്ടോ. ഞാൻ വിവാഹത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചതാണെങ്കിലോ എന്ന് എൻ്റെ മോൻ ചോദിക്കണമെങ്കിൽ അവൻ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമോ? അല്ല അവൻ എന്താ ഇപ്പം ഇങ്ങനെ ചോദിക്കാനായിട്ട്? അല്ല ബാലചന്ദ്രൻ്റെ ഈ പെരുമാറ്റത്തിലും ഒരു മാറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ ബാലചന്ദ്രനും ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമോ? അല്ല ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വൈജ ഞെട്ടി നിൽക്കുക. വൈജയ്ക്ക് അതങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഈ വിവരങ്ങളൊക്കെ രോഹിത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കുമ്പോഴേക്കും വൈജ പിന്നെ മനസ്സിൽ മുഴുവൻ അതാ. വൈജയുടെ മനസ്സിൽ വൈജ ചിന്തിക്കുന്ന കാര്യങ്ങൾ പഴയ കാലഘട്ടത്തിലേക്കൊക്കെ പോവാണ് കേട്ടോ. അന്ന് ആഗ്രയിലേക്ക് പോയതും അവിടെ വെച്ച് സ്റ്റാൻലിയെ പരിചയപ്പെട്ടതും ഗംഗേട്ടൻ്റെ കൂടെ താമസിച്ചതും അതിനുശേഷം സ്റ്റാൻലിയുമായിട്ട് ഇഷ്ടത്തിലാവുന്നതും ഗംഗേട്ടൻ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുമ്പോഴേക്കും സ്റ്റാൻലിയുമായിട്ട് ഒന്നിച്ച് വൈജ താമസിക്കുന്നതും അതിനുശേഷം ഗർഭിണിയായി ഒരു 7-8 മാസം ആയതിനു ശേഷമാണ് കേട്ടോ നമ്മുടെ സ്റ്റാൻലി നാട്ടിലേക്ക് പോവുകയും വിവാഹം നടത്താൻ രജിസ്റ്റർ ചെയ്യാനും അതിനുശേഷം പള്ളിയിൽ വെച്ച് വിവാഹം നടത്താനും ഒക്കെ തീരുമാനിക്കുകയും അതിനുവേണ്ടി സർട്ടിഫിക്കറ്റുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകുന്ന സ്റ്റാൻലി പിന്നെ തിരിച്ചു വരുന്നേയില്ല. 10 ദിവസത്തേക്കെന്ന് പറഞ്ഞ് പോയിട്ട് സ്റ്റാൻലിയെ കാണാതെ വിഷമിച്ച് ഒറ്റപ്പെട്ട് ആ മുറിയിൽ താമസിക്കുന്ന വൈജ അതിനുശേഷം സ്റ്റാൻലിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതിരിക്കുന്ന സമയത്ത് തൻ്റെ ചേട്ടന്മാർ ശിവേട്ടനും അതുപോലെ തന്നെ ഗംഗേട്ടനും കൂടെ അങ്ങോട്ട് എത്തുന്നതും നിറവയറോടെ നിൽക്കുന്ന വൈജയെ അവർ കാണുന്നതും അതിനുശേഷം വൈജ ഞെട്ടിപ്പോവാണ്. ഇവരിത് അറിഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ വൈജയെ അവരെ ആശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നതും സ്റ്റാൻലിയെ കണ്ടെത്തി വിവാഹം നടത്തി തരാമെന്ന് പറയുന്നതും ഒക്കെ വൈജ ഓർക്കാണ്. പിന്നീട് അവർ വന്നിട്ട് പറയുന്നത് സ്റ്റാൻലിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, സ്റ്റാൻലി വേറെ വിവാഹം കഴിച്ചു, വൈജിയെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് കേട്ടോ. അതിനുശേഷം വൈജിയെ അവർ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ ഒരു ഹോസ്പിറ്റലിൽ വൈജ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യാണ്. അത് വൈജ അറിയുന്നില്ല. വൈജിയെ അവർ അറിയിച്ചിരിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ ആ പെൺകുഞ്ഞു മരിച്ചു പോയി എന്നാണ് കേട്ടോ. സ്റ്റാൻലിയെക്കുറിച്ച് പിന്നെ വിവരമില്ല, സ്റ്റാൻലി വൈജിയെ ചതിക്കുകയായിരുന്നു എന്നുള്ള വിവരവും അറിയുകയാണ്. അങ്ങനെ ആ ഒരു വിവരം എല്ലാം വൈജയുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുക, ഒരു ഞെട്ടലോട് കൂടി ഇരിക്കുകയും ചെയ്യാണ്. അപ്പോൾ വൈജ വിചാരിക്കുന്നുണ്ട് ഇതെല്ലാമാണ് സത്യം, ഇതെല്ലാം അറിയാവുന്നത് ഗംഗേട്ടനും ശിവേട്ടനും ഒക്കെയാണ്. ഗംഗേട്ടനും ശിവേട്ടനും മാലതി ചേച്ചിക്കും അറിയാം, പക്ഷേ കമലയിടത്തെ ഇതൊന്നും അറിയിച്ചിട്ടില്ല, കമലയിടത്തെ ആരും അറിയിച്ചിട്ടില്ല. പിന്നെ ഇവരാരും ഇതൊന്നും ബാലചന്ദ്രനോട് പറയേയില്ല, ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ? ബാലചന്ദ്രൻ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമോ? അതായിരിക്കുമോ ബാലചന്ദ്രൻ്റെ ഈ സ്വഭാവത്തിനുള്ള മാറ്റം എന്നൊക്കെ ചിന്തിച്ചിട്ട് വൈജയ്ക്ക് ഇരിക്കാനും നിൽക്കാനും ഉറങ്ങാനും ഒന്നും പറ്റുന്നില്ല. വൈജ വണ്ടിയെടുത്ത് നേരെ ഗംഗേട്ടൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഗംഗേട്ടൻ്റെ വീട്ടിൽ രാത്രിയിൽ തന്നെ ചെന്ന് വാതിൽ മുട്ടുകയാണ് വൈജ വാതിൽ മുട്ടുമ്പം ഗംഗേട്ടനും മാലതിയും കൂടി വന്ന് വാതിൽ തുറക്കുക. അപ്പോൾ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, അത് എന്താ വൈജ നീ ഇപ്പോൾ ഈ സമയത്ത് ഒന്ന് വിളിക്കുക പോലും ഇല്ലാതെ ഇത്രയും ദൂരം നീ തന്നെ ഡ്രൈവ് ചെയ്ത് വന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വൈജ പറയുന്നുണ്ട്, വരാതിരിക്കാൻ പറ്റില്ലല്ലോ, എൻ്റെ അല്ലേ ആവശ്യം, അതുകൊണ്ട് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ഞാൻ വന്നു, എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഗംഗേട്ടനെ കാണേണ്ടതുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ടേ, അതെന്താ വൈജ എന്ന് ചോദിക്കുമ്പോൾ, അല്ല പഴയ കാലത്തെ ആ വിവരങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ്റെ സ്വഭാവത്തിലൊക്കെ ചില മാറ്റങ്ങളുണ്ട്, അതെനിക്ക് അറിയണമെന്ന് പറയാം. അപ്പം ഗംഗേട്ടൻ ആശ്വസിപ്പിക്കുകയാണ് വൈജെ നീ ഒന്ന് സമാധാനപ്പെട്, ഇപ്പം നീ വന്നതല്ലേ ഉള്ളൂ, നീ പോയൊന്ന് ഫ്രഷ് ആയിട്ട് ആണ്ടേ മാലതി നിനക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തരും, അതൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കേ, നമുക്ക് പിന്നീട് അതേക്കുറിച്ചൊക്കെ സംസാരിക്കാമെന്ന് പറയാം. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ശരി എന്നൊക്കെ പറയാം, ഞാൻ ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടേ ഈ വീട്ടിൽ നിന്ന് പോവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈജ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. അതേസമയം മുറിയിൽ മാലതിയും ഗംഗാധര മേനോനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മാലതിയോട് പറയുന്നുണ്ട് ഗംഗാധര മേനോൻ, അന്ന് നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതൊന്നും വൈജയ്ക്ക് അറിയില്ല, ബാലചന്ദ്രൻ ഇപ്പം എല്ലാ വിവരങ്ങളും ഒക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയണം.
ഇത് കേൾക്കുകയാണ് കേട്ടോ വൈജ അപ്പം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഒരു ഒളിച്ചു നിന്ന് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പഴയ കാലത്തെക്കുറിച്ചും അങ്ങനെ സ്റ്റാൻലി വീട്ടിലേക്ക് പോവുകയും സ്റ്റാൻലി വൈജയും തമ്മിലുള്ള വിവാഹം നടക്കുന്നതിന് അവരുടെ അച്ഛന് ഒരു ഇഷ്ടക്കുറവുള്ളത് കാരണം തന്നെ ആ വിവാഹം നടക്കാതിരിക്കാനും സ്റ്റാൻലിയെ ഇല്ലാതാക്കാനും തീരുമാനിക്കുകയാണ്. അങ്ങനെ രാജീവനും ശിവേട്ടനും കൂടി സ്റ്റാൻലിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടേഷൻ സംഘത്തിനെ വയ്ക്കുകയാണ്. അങ്ങനെ സ്റ്റാൻലിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുകയാണ്. ആക്സിഡൻറ്റ് ഉണ്ടായി 1 വർഷത്തോളം കോമ സ്റ്റേജിൽ കിടക്കുകയാണ് സ്റ്റാൻലി. ആ സമയത്ത് വൈജയുടെ വിവാഹം ഇവർ നടത്തുകയാണ്. വൈജ പ്രസവിച്ച ഒരു പെൺകുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിന് കൈമാറുകയും അതിനുശേഷം വൈജയുടെയും ബാലചന്ദ്രൻ്റെയും വിവാഹം നടത്തുകയും സ്റ്റാൻലി മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുകയാണെന്നും വൈജയെ ചതിച്ചെന്നും അറിയിക്കുകയും ചെയ്യുകയാണ് വൈജയെ. അതാണ് സംഭവിച്ചതെന്ന് അവർ പറയാണ് കേട്ടോ. എന്നാൽ ആ പ്രസവിച്ച പെൺകുഞ്ഞ് അലീനയാണെന്നുള്ള വിവരം ഒരിക്കലും വൈജയോട് അവർ സംസാരിക്കുമ്പോൾ പറയുന്നില്ല. അത് വൈജ കേൾക്കുന്നുമില്ല. പക്ഷേ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് ഞെട്ടിത്തരിച്ചു പോവാണ്. മാലതിയും ഗംഗാധരനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് വൈജ കയറി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? ഇത്രയും നാൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് സ്റ്റാൻലി എന്നെ ചതിച്ചെന്നാണ്. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കൂടപ്പറപ്പുകൾ തന്നെയാണ് എന്നെ ചതിച്ചതല്ലേ? സ്റ്റാൻലിയെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ നോക്കുമായിരുന്നല്ലേ? എന്നെയും സ്റ്റാൻലിയെയും ഒന്നിച്ച് ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുകയായിരുന്നല്ലേ? എന്നിട്ട് എന്നോട് നിങ്ങൾ കള്ളത്തരം പറഞ്ഞല്ലേ? നിങ്ങളുടെ ആത്മാഭിമാനം അതിനു വേണ്ടിയിട്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചല്ലേ? എന്നിട്ട് ഞാനന്ന് പ്രസവിച്ച എൻ്റെ കുഞ്ഞെവിടെ? അതിന് ഏത് അനാഥാലയത്തിലേക്കാണ് വിട്ടത്? അതെവിടെയാണെന്ന് പറ എന്ന് പറയാ. അപ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, അത് വൈജയ നീ ഇപ്പോൾ ദേഷ്യപ്പെടണ്ട, നീ ആ കാര്യങ്ങളൊക്കെ മാർക്ക്. ഇപ്പം 23 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ, അത് അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. അച്ഛൻ അന്ന് വലിയ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കാരണം അന്യമതസ്ഥനുമായിട്ടുള്ള നിന്റെ വിവാഹം നടക്കരുതെന്ന് ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെ കുടുംബത്തിൻ്റെ അഭിമാനം കാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ അന്ന് ചെയ്തതെന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ എന്ത് നേടി? കുടുംബത്തിൻ്റെ അഭിമാനം കാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് നേടിയത്? ഒന്നും നേടിയിട്ടില്ലല്ലോ. അന്ന് സ്റ്റാൻലിയെ ഉപദ്രവിച്ച് നിങ്ങൾ കോമ സ്റ്റേജിലിട്ടു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു സ്റ്റാൻലി വേറെ വിവാഹം കഴിച്ചെന്നും എന്നെ ചതിച്ചെന്നും. ഇത്രയ്ക്കൊക്കെ ദുഷ്ടതരം ചെയ്യണമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ കുഞ്ഞെവിടെ എന്ന് ചോദിച്ചു പിന്നെയും വൈജ അലറുകയാണ്. അപ്പോൾ ഗംഗേട്ടൻ പറയാണ്, ആണ്ടെങ്കിൽ നിൽക്ക് വൈജയെ, നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നിൻ്റെ കുഞ്ഞ് ഏതോ ഒരു അനാഥാലയത്തിലേക്ക് അച്ഛൻ കൈമാറിയിട്ടുണ്ട്. അവിടെ ആ കുഞ്ഞ് വളർന്നിട്ടുണ്ട്. അവളിപ്പോൾ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അലീനയെക്കുറിച്ചിട്ടുള്ള വിവരം വൈജയോട് പറയുന്നില്ല. അവൾ എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. നീ ഇപ്പം അതൊന്നും ഓർക്കണ്ട. നിനക്ക് 3 മക്കളില്ലേ, അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക എന്ന് പറയാണ്. അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട് വൈജ, ബാലചന്ദ്രമേനോൻ ഇതെല്ലാം അറിഞ്ഞല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ബാലചന്ദ്രമേനോൻ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് ഗംഗേട്ടൻ. അപ്പോഴേക്കും വൈജ പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്തത്? അന്ന് എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ നിങ്ങൾ? അപ്പോഴേക്കും ഗംഗാധര മേനോൻ പറയാണ്, അന്നത്തെ പൊട്ട ബുദ്ധിക്ക് തോന്നിയതാ അതൊക്കെ. പിന്നെ നിന്റെ ജീവിതം നശിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. നിനക്ക് നല്ലൊരു ജീവിതം ഞങ്ങൾ ഉണ്ടാക്കി തന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ വൈജ പറയാം, പിന്നെ നല്ല ജീവിതം എന്നിട്ട് അയാൾ ഇപ്പോഴും ഒരു വേലക്കാരി പെണ്ണിൻ്റെ പുറകെയാണ് പോകുന്നത്. ബാലചന്ദ്രൻ്റെ സ്വഭാവത്തിലൊക്കെ വല്ലാത്ത മാറ്റമുണ്ട്. ഒരു പക്ഷേ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ഇപ്പോഴും വേലക്കാരി പെണ്ണിനെ അന്വേഷിച്ച് പോവുകയാണ് ബാലചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് വൈജ കുത്തിപ്പിടിക്കുകയാണ് കേട്ടോ ഗംഗാധര മേനോൻ്റെ. എന്നിട്ട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുമുണ്ട്, അലറി വിളിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് വൈജയ്ക്ക് അറിയില്ല. ഗംഗേട്ടൻ്റെ കഴുത്തിന് തന്നെ കുത്തിപ്പിടിച്ച് വൈജ പറയാണ് കേട്ടോ. അപ്പോൾ മാലതി പറയുന്നുണ്ട്, വൈജയ്, ഞങ്ങൾ ഈ വിവരം അങ്ങനെ ഒരു നിമിഷത്തിൽ പറയേണ്ടി വന്നു ബാലചന്ദ്രനോട്. ബാലചന്ദ്രൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നതുകൊണ്ട് മാത്രമാണ് പറയേണ്ടി വന്നത് എന്ന് പറയാം. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നിങ്ങൾക്കില്ല ഇത് കുട്ടിക്കളി. എന്നെ നിങ്ങളെല്ലാവരും കൂടെ ചാദിച്ച് ഈ ഒരു അവസ്ഥയിലാക്കി ഇല്ലേ? എന്നിട്ട് എനിക്ക് എന്ത് നേടിത്തന്നു എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ദേഷ്യപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് വൈജ പോവുകയാണ് കേട്ടോ. എന്നിട്ട് വൈജ വിചാരിക്കുന്നുണ്ട്, ഇപ്പം തന്നെ ഞാൻ ഇവിടുന്ന് പോകും എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങാണ്. അപ്പോൾ ഗംഗാധര മേനോനും അതുപോലെ മാലതിയും കൂടി തടയുന്നുണ്ട് കേട്ടോ. വൈജെ, ഈ ഒരു അവസ്ഥയിൽ നീ ഇപ്പോൾ ഇവിടുന്ന് പോകണ്ട, നീ ഇവിടെ നിൽക്കണം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോകാൻ പറ്റില്ല. നാളെ നേരം വെളുത്ത് നീ ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയുക. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഇല്ല, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. എന്നെ ചതിച്ചവരാ നിങ്ങൾ, ഇനിയും നിങ്ങൾ എന്നെ ചതിക്കും. എൻ്റെ ജീവിതം ഇങ്ങനെ കുട്ടിച്ചോറാക്കിയത് നിങ്ങളെല്ലാവരും ഉത്തരവാദികളാണ്. എന്നിട്ട് നിങ്ങളുടെ ആത്മാഭിമാനം എവിടെ പോയി, അപകർഷതാബോധം എവിടെ പോയി എന്നൊക്കെ ചോദിച്ച് വല്ലാതെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വൈജ ആ രാത്രി തന്നെ പോരുകയാണ്. വല്ലാത്തൊരവസ്ഥയിലാണ്.
ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ വൈജ ഈ കാര്യങ്ങൾ മനസ്സിൽ കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ചെത്തി കഴിയുമ്പം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് കാണാതിരിക്കുന്നേ ഉള്ളൂ. അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ വരാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്